കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് സവിനയം സ്വാഗതം. ഇത് നമ്മളിവിടെ ബുധനാഴ്ച വ്രതമാണ് പറയുന്നത്. എല്ലാ വ്രതങ്ങളും, ഒരുപാട് വ്രതങ്ങളുണ്ട്. നമുക്ക് അമാവാസ്യ വ്രതമുണ്ട്, ബുധനാഴ്ച വ്രതമുണ്ട്, ഏകാദശിയുണ്ട്. ഒത്തിരി കമൻറ്റുകൾ, ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. വ്രതങ്ങളെക്കുറിച്ച് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. മാന്യമായ രീതിയിൽ ഞങ്ങൾ കഴിവിനൊത്ത്, സമയത്തിനൊത്ത് ഞങ്ങൾ എപ്പിസോഡ് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം ബുധനാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ സങ്കല്പിക്കുക. സർവാഭീഷ്ട വൃദ്ധിക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണ് ബുധനാഴ്ച. ബുധനാഴ്ച ദിവസം ഒരിക്കലെടുക്കാം. ബുധനാഴ്ച നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്ര പ്രായമുള്ളവർക്കും വ്രതം എടുക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം വ്രതം എടുക്കാൻ. ഒരിക്കലെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് വെള്ളം പോലും കുടിക്കാതിരുന്നിട്ട് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ വല്ലതും വന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കലേഷ് കുമാർ പറഞ്ഞു എന്ന് പറഞ്ഞു കളയരുത്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കത്തക്ക രീതിയിൽ ബുധനാഴ്ച വ്രതം എടുക്കുക. അതുപോലെ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ തന്നെ ബുധൻ അർച്ചന കഴിപ്പിക്കുക. അതുപോലെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം, ഉടയാട, മാല ഇതൊക്കെ കൊടുക്കുക. കൃഷ്ണൻ്റെ അനുഗ്രഹം, കൃഷ്ണൻ്റെ കാൽപാദങ്ങൾ, കൃഷ്ണൻ്റെ ചൈതന്യാവസ്ഥ നമ്മുടെ വീട്ടിൽ കുടികൊള്ളുമെന്നാണ് പറയുന്നത്. ബുധനാഴ്ച വ്രതം സർവാഭീഷ്ടം എന്താണ് നമ്മൾ അഭീഷ്ടമായിട്ട് സിദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹങ്ങളെ ഭഗവാൻ സാധിച്ചു തരും. ഇച്ചിരി പരീക്ഷിച്ചെന്ന് പറഞ്ഞാലും ഭഗവാൻ സാധിച്ചു തരും. അത് 12, 21, 41 ഒക്കെ ബുധനാഴ്ചകൾ. അത് സ്ത്രീകളാണെങ്കിൽ മാസത്തിൽ ഒരു ബുധനാഴ്ച വെച്ചെടുക്കുക, പുരുഷന്മാരാണെങ്കിൽ എല്ലാ ബുധനാഴ്ച എടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ബുധൻ അഭീഷ്ടവൃത്തി തരും. അഭീഷ്ടം സംശയമില്ലാത്ത തരും. അല്ലോ ധനസമ്പാദനത്തിന്, അതുപോലെ വിദ്യയ്ക്കും ഏറ്റവും നല്ലതാണ് ബുധനാഴ്ച വ്രതം എടുക്കുന്നത്. ബുധനാഴ്ച ദിവസങ്ങളിൽ സരസ്വതി ക്ഷേത്രത്തിൽ പോയി സാരസ്വതിക്ക് സാരസ്വത അർച്ചന കഴിപ്പിക്കുക. വിദ്യാരാജ്ഞി മന്ത്രം കൊണ്ട്, അത് വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചന കഴിപ്പിക്കുക. അത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിലും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും ഒക്കെ ചെയ്യാം. ഭഗവാന് പട്ടുടയാട് ചാർത്തുക. ഭഗവാന് പാൽപ്പായസം ഏറ്റവും ഇഷ്ടമുള്ളതാണ്. മധുരം, വെണ്ണയെ കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കഴിക്കുന്ന ആളാണ് ഭഗവാൻ. ഇതൊക്കെ പറഞ്ഞാലും ഭഗവാൻ കഴിക്കുമെന്നല്ല, നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള അപാനായസാഹ ഇങ്ങനെ കൊടുക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ, അതിന് ക്രിയകളുണ്ട്, കൈക്രിയകളുണ്ട്. അത് കൊടുക്കുമ്പോൾ അതിൻ്റെ രസപ്രധാനമായിട്ടുള്ള സാധനങ്ങളെ ഭഗവാൻ സ്വീകരിക്കുകയും ബാക്കി പ്രസാദമായിട്ട് നമുക്ക് തിരിച്ചു തരികയും ചെയ്തതെന്ന് പറയുക അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളാണേലും ഇപ്പം പോയൊരു പാൽപ്പായസം നടത്തി അതിൻ്റെ പ്രസാദം നമുക്ക് തിരിച്ചിരുന്നു. ആ പ്രസാദം ഉച്ഛിഷ്ടമായിട്ടുള്ള പ്രസാദം നമുക്കത് പ്രസാദമാണ്. അത് കഴിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നതല്ലേ? അപ്പോൾ ഇങ്ങനെ ബുധനാഴ്ച വ്രതം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. സർവാഭീഷ്ട വെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള ദോഷങ്ങളെയും മറ്റു കാര്യങ്ങളെയൊക്കെ മാറ്റിയതിന് ശേഷം വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ ഫലമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിങ്ങളും ഈ വ്രതം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ കാണുന്നത് വരെ വീണ്ടും നന്ദിയും നമസ്കാരവും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.